ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിക്കർ ബുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ട്രാൻസ്പെറൻറ്റ് ഷീറ്റും അതുപോലെ തന്നെ കളർ പേപ്പേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതുപോലത്തുള്ള കവറുകളായാലും മതി കേട്ടോ. ഒരേ സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചട്ട പോലെ നമ്മളൊരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കളർ പേപ്പറിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്ന രീതിയിലായിരുന്നു നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാതെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഇളക്കി മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗതികേടായിരിക്കും. അപ്പോൾ അടുത്ത സ്ഥലത്ത് നമുക്കത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗതികേടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചട്ടയിൽ നമ്മൾ ക്യൂട്ട് സ്റ്റിക്കർ എന്നൊക്കെ എഴുതിയിട്ട് 2 സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ലവ് യു, ബൈ.